ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് വിയറ്റ്നാം. ഒരു ട്രാവൽ പാക്കേജും എടുക്കാതെ നിങ്ങൾക്ക് സ്വന്തമായി പ്ലാൻ ചെയ്ത് വരാൻ പറ്റിയ ഒരു രാജ്യമാണ് വിയറ്റ്നാം. നിങ്ങളുടെ കയ്യിൽ എത്ര ദിവസമുണ്ടോ അത്രയും ദിവസം കൊണ്ട് ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. വിയറ്റ്നാം ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഏറ്റവും റേറ്റ് കുറവുള്ള ദിവസം നോക്കി ഫ്ലൈറ്റ് എടുക്കുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിറ്റിയിലേക്ക്. പിന്നെ ചെയ്യേണ്ടത് ഹോട്ടൽ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഹോട്ടൽ ഞങ്ങൾ എഗോഡയിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾക്ക് എഗോഡയിലായിരുന്നു ഏറ്റവും ചീപ്പായിട്ട് കിട്ടിയത്. ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതെടുക്കുക. പിന്നെ ചെയ്യേണ്ടത് വിസ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. വിസ ഒരു 2 ആഴ്ചക്കുള്ളിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും 1 മാസം മുന്നെങ്കിലും വിസ അപ്ലൈ ചെയ്യുക. evisa.gov.vn എന്നുള്ള സൈറ്റിലാണ് വിസ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ കയറി അപ്ലൈ നൗ കൊടുത്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഹോട്ടൽ ബുക്കിംഗ് ഡീറ്റെയിൽസിൽ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഹോട്ടൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വിസ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. വിസ അപ്ലൈ ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും ഡൗട്ടിന് നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതും കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രിപ്പ് പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ ആയിട്ട് നിങ്ങൾ ടൂറുകൾ ബുക്ക് ചെയ്താൽ മതി. ചിലതൊക്കെ ഡേ ടൂർ ബുക്ക് ചെയ്യേണ്ടി വരും ദൂരത്തേക്കുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ നോക്കുക. ഞാൻ വിയറ്റ്നാമിൽ പോയ എല്ലാ സ്ഥലങ്ങളുടെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അകത്തും എല്ലാ ടൂറിൻ്റെയും ലിങ്ക്സും കിട്ടും. ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം. നമ്മളുടെ ഇന്ത്യ പോലെ ഇവിടെയും പല ഭാഗത്തും പലവിധ ക്ലൈമറ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന മാസം ഏത് ക്ലൈമറ്റ് ആണെന്ന് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. ചില മാസങ്ങളിൽ ചില സ്ഥലത്ത് മഴയാണെങ്കിൽ അതേസമയം വേറെ സ്ഥലത്ത് ചൂടായിരിക്കും. ഒരു നവംബർ തൊട്ട് മാർച്ച് വരെ ഇതിൽ ഏത് സ്ഥലത്ത് പോയാലും വലിയ കുഴപ്പമുണ്ടാവില്ല. ഞങ്ങൾ പോയതൊരു മാർച്ച് മിഡിലായിരുന്നു. അപ്പം നോർത്ത് വിയറ്റ്നാമിൽ തണുപ്പായിരുന്നു, പക്ഷെ ബാക്കി സ്ഥലത്തൊന്നും തണുപ്പുണ്ടായിരുന്നില്ല. നിങ്ങളുടെ അടുത്ത് ആകെ 5-6 ദിവസമേ ഉള്ളെങ്കിൽ നിങ്ങൾ നോർത്ത് വിയറ്റ്നാം മാത്രം കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. നോർത്ത് വിയറ്റ്നാമിൽ മെയിൻ സ്ഥലമാണ് ഹാനോയ്. അതാണ് വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ സിറ്റി. അവിടെ അടുത്തുള്ള സ്ഥലമാണ് സാപ്പ. അത് അവിടെ നിന്ന് ഒരു ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ പോകണം. നിങ്ങളുടെ അടുത്തൊരു 9 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെനാങ് കൂടെ കവർ ചെയ്യാം. ഡെനാങ് സെൻട്രൽ വിയറ്റ്നാമിലാണ് ഉള്ളത്. അത് ഹാനോയിൽ നിന്ന് ഡെനാങ്ങിലേക്ക് ഫ്ലൈറ്റ് എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ട്രെയിനിൽ പോകാനുള്ള ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗത്ത് വിയറ്റ്നാമും കവർ ചെയ്യുക. സൗത്ത് വിയറ്റ്നാമിലെ മെയിൻ സിറ്റിയാണ് ഹോച്ചിമിൻ സിറ്റി. ഹോച്ചിമിൻ സിറ്റി കറങ്ങാൻ ഒരു 2 ഫുൾ ഡേയ്സ് മതിയാവും. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഐലൻഡാണ് ഫുക്കോക്ക് ഐലൻഡ്. ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയ ഒരു സ്ഥലമാണ്. ഫുക്കോക്ക് ഐലൻഡ് പോകണമെങ്കിലും അവിടേക്ക് ഫ്ലൈറ്റ് എടുക്കണം. അവിടെ കവർ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസമെങ്കിലും വേണം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുക്കോക്ക് ഐലൻഡ് മാത്രമാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ അവിടേക്ക് വിസ എടുക്കേണ്ട കാര്യമില്ല. സൗത്ത് വിയറ്റ്നാമിൽ അധികം കുറച്ച് ചൂടൊക്കെയുള്ള ക്ലൈമറ്റ് ആയിരിക്കും, തണുപ്പുണ്ടാവില്ല. പക്ഷേ നോർത്ത് വിയറ്റ്നാമിൽ വിൻ്റർ ടൈമിൽ നല്ല തണുപ്പുണ്ടാവും. അപ്പം നിങ്ങൾക്ക് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ നോർത്ത് വിയറ്റ്നാം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ഏതൊക്കെ സിറ്റിയാണ് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഏത് സ്ഥലത്തേക്കാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് റേറ്റ് കുറവെങ്കിൽ അത് നോക്കി ബുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് റിട്ടേൺ ഫ്ലൈറ്റ് നിങ്ങൾ അവസാനം പോകുന്ന സിറ്റി ഏതാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് റിട്ടേൺ ഫ്ലൈറ്റ് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ദിവസം ട്രാവലിങ്ങിന് പോകും. നിങ്ങൾ പോകുന്നതിന് 2 മാസം മുന്നെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് നല്ല കൂടുതലായിരിക്കും. വിയറ്റ്നാം ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റിനാണ്. ബാക്കി സ്റ്റേ ഒക്കെ നമുക്ക് നല്ല ചീപ്പായിട്ട് കിട്ടും. ബാക്കിയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. അതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ മാക്സിമം റേറ്റ് കുറവിൽ കിട്ടുന്ന രീതിക്ക് ബുക്ക് ചെയ്യാം. ഞങ്ങൾ ആദ്യം പോയത് ഹാനോയിലേക്കായിരുന്നു. ഹാനോയിലേക്ക് ഞങ്ങൾ 3 ദിവസം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സാപ്പ കവർ ചെയ്തിട്ടില്ല. വിയറ്റ്നാമീസ് ഡോങ് ആണ് ഇവിടുത്തെ കറൻസി. പക്ഷെ ഞങ്ങൾ ഡോളർ ഇരുന്ന് കൊണ്ടുപോയത്. ഹാനോയ് എയർപോർട്ട് എത്തിയ ഉടനെ ഞങ്ങൾ വിയറ്റലിൻ്റെ സിം എടുത്തു. ഡോളർ കൊടുത്തിട്ടാണ് സിം എടുത്തത്. അവിടെ നിന്ന് തന്നെ ഹോട്ടലിലേക്കുള്ള ടാക്സിയും ബുക്ക് ചെയ്തു. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഡോളർ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഡോളർ കൊണ്ടുപോകുമ്പം നല്ല ഡിനോമിനേഷൻ വാല്യൂ ഉള്ള നോട്ട് തന്നെ കൊണ്ടുപോകുക. അതായത് ഒരു മിനിമം 100 നോട്ടെങ്കിലും. ഞങ്ങൾ $500 ഇരുന്ന് കൊണ്ടുപോയത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഗോൾഡ് ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് നല്ല എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും. ഓൾഡ് ക്വാർട്ടറിൽ തന്നെ കുറേ ഗോൾഡ് ഷോപ്സ് ഉണ്ടായിരുന്നു. ഹാനോയിൻ്റെ മാത്രം ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അത് കണ്ടാൽ മതി. ഞാനിപ്പോൾ ഒന്ന് ഓടിച്ച് പറയാം എന്തൊക്കെയാണ് ചെയ്തതെന്ന്. ഹാനോയിൽ ഓൾഡ് ക്വാർട്ടറിലാണ് ഞങ്ങൾ സ്റ്റേ എടുത്തത്. ഫസ്റ്റ് ഞങ്ങൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ടാണ് പോയത്. ആദ്യം തന്നെ അവിടുത്തെ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിൽ പോയി. പിന്നെ ഞങ്ങൾ ഹോച്ച്മിൻ മസോളിയത്തിലും 1 പില്ലർ പഗോഡയിലേക്കും പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഹോൺകീം ലേക്കിലും ട്രെയിൻ സ്ട്രീറ്റിലും ഒക്കെ പോയി. ഇതൊക്കെ ഓൾഡ് ക്വാർട്ടറിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളാണ്. നൈറ്റ് ഞങ്ങൾ ഓൾഡ് ക്വാർട്ടറിൽ തന്നെ സ്പെൻഡ് ചെയ്തു ഷോപ്പിംഗ് ആയിട്ട്. പിന്നെ സെക്കൻഡ് ഡേ ഞങ്ങൾ ഹാലോങ് ബേ ടൂർ എടുത്തു. ഇത് ക്ലൂക്കിൽ ബുക്ക് ചെയ്താണ്, ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്രൂസ് ഷിപ്പിലാണ് ഈ ബേ മുഴുവൻ നമ്മളെ കറക്കുന്നത്. ഹാനോയിലേക്ക് മെയിനായിട്ട് ആൾക്കാർ വരുന്നത് ഈ ഹാലോങ് ബേ വിസിറ്റ് ചെയ്യാനാണ്. ഇത് നിങ്ങളപ്പോൾ എന്തായാലും മിസ്സാക്കാതെ വിസിറ്റ് ചെയ്യാം. തേർഡ് ഡേ ഞങ്ങൾ നിൻബിൻ ടൂർ എടുത്തു. ഇതും കുറച്ച് ദൂരമുള്ള സ്ഥലമാണ്. ഈ ടൂറിൽ നിങ്ങൾക്ക് വിയറ്റ്നാമിൻ്റെ ഏൻഷ്യൻ ക്യാപിറ്റലായ ഹോയിൽ വിസിറ്റ് ചെയ്യാം. പിന്നെ ടംകോക്കിൽ കൂടെ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ മുവ കേവ്സിൽ പോവാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ദിവസം കവർ ചെയ്യാം.
അങ്ങനെ ഹാനോയിന്ന് 4ാമത്തെ ദിവസം ഏർലി മോർണിംഗ് ഞങ്ങൾ ഡനാങ്ങിലേക്ക് ഫ്ലൈറ്റ് കയറി. ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് ഡനാങ് എത്തി. അവിടെ മൈക്കെ ബീച്ചിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ സ്റ്റേ എടുത്തത്. ഡനാങ് ഒരു കോസ്റ്റൽ സിറ്റിയാണ്, അതുകൊണ്ട് തന്നെ ഈ സിറ്റീൻ്റെ ഒരു സൈഡ് ഫുൾ എപ്പോഴും ബീച്ച് ഉണ്ടാവും. ഈ മൈക്കെ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റേ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ 3 ദിവസമാണ് ഡനാങ്ങിലുള്ളത്. ഡനാങ് എന്ന 1 മണിക്കൂർ ദൂരമുള്ള ഒരു സിറ്റിയാണ് ഹൊയാൻ. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അവിടെ മെയിൻലി ഈവനിങ് ആണ് എത്തേണ്ടത്. അവിടെ നൈറ്റ് ലൈഫാണ് ആക്റ്റീവ്. ഇവിടെ ഈ ലാൻഡേൺ, ഷോപ്പിംഗ് സ്ട്രീറ്റ്, ലാൻഡേൺ ബോട്ടിംഗ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണുള്ളത്. നിങ്ങൾ ഡനാങ്ങിൽ എത്തുന്ന ദിവസം തന്നെ ഹൊയാൻ കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടുത്തെ സെക്കൻഡ് ഡേ ഞങ്ങൾ ബാണ ഹിൽസിലേക്കാണ് പോയത്. ബാണ ഹിൽസിൻ്റെ എൻട്രി ടിക്കറ്റ് ഞങ്ങൾ മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മുന്നേ ക്ലോക്കിൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവിടെ എത്തിയിട്ട് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. ഡനാങ്ങിലെ ഒരു ഫേമസ് സ്പോട്ടാണ് ഈ ബാണ ഹിൽസ്. ഇവിടുത്തെ ഈ ഗോൾഡൻ ബ്രിഡ്ജ് ഭയങ്കര ഫേമസ് ആണ്. ഈ ബാണ ഹിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേൻ്റെ മുകളിൽ ഒരു റിസോർട്ട് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവിടേക്ക് നമ്മൾ കേബിൾ കാറിലാണ് മുകളിലേക്ക് എത്തുന്നത്. അവിടെ ഗോൾഡൻ ബ്രിഡ്ജ്, ഫ്രഞ്ച് വില്ലേജ്, ഫാൻറ്റസി പാർക്ക്, ബുദ്ധ ടെമ്പിൾ ഇതൊക്കെയാണ് ഉള്ളത്. ഇവിടെ ഒരു ദിവസം ഫുൾ കണ്ടു തീർക്കാനുണ്ടാവും. നിങ്ങളുടെ വൈകുന്നേരം ആകുമ്പം അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ രാത്രി ഡ്രാഗൺ ബ്രിഡ്ജിലേക്കും അതിൻ്റെ അടുത്തുള്ള സൺട്ര നൈറ്റ് മാർക്കറ്റിലേക്കും പോയി. പിന്നെ ഡനാങ്ങിലെ 3ാമത്തെ ദിവസം ഇവിടെ തന്നെയുള്ള സിറ്റി സൈറ്റ് സീയിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ മാർബിൾ മൗണ്ടൻസിലേക്ക് പോയി. ഇത് അത്യാവശ്യം നടന്ന് കാണാനുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉച്ചയ്ക്കായപ്പോൾ നമ്മൾ ചോക്കോൺ മാർക്കറ്റിലും ചോഹാൻ മാർക്കറ്റിലും ഒക്കെ പോയി. ഇതൊക്കെ ഇൻഡോർ ഷോപ്പിംഗ് മാർക്കറ്റ്സ് ആണ്. ഇതിൽ ചോഹാൻ മാർക്കറ്റ് നല്ലതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ബാർഗൈനൊക്കെ ചെയ്താൽ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലെങ്ങുങ് പഗോഡയിലേക്ക് പോയി. ഇവിടെയാണ് ലേഡി ബുദ്ധൻ്റെ സ്റ്റാച്യു ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൈക്കെ ബീച്ചിൽ പോയി. ഈ ഡനാങ്ങിനെ കുറിച്ചും ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം 3 ദിവസം കൊണ്ട് ഡനാങ്ങിൽ ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് കവർ ചെയ്യാൻ പറ്റിയത്. ഡനാങ്ങിൽ നിന്ന് ഞങ്ങൾ ഹോച്ച്മിൻ സിറ്റിയിലേക്കാണ് ഇനി പോകുന്നത്. ഡനാങ്ങിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങൾക്ക് ഹോച്ച്മിൻ സിറ്റിയിലേക്കുള്ള ഫ്ലൈറ്റ്. വിയറ്റ്നാമിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഒക്കെ ഒരു 1-2 മണിക്കൂർ ജേർണിയേ ഉള്ളൂ. അധികം വിയറ്റ്ജെറ്റ് എയർലൈൻസ് ആയിരിക്കും ഉണ്ടാവുക. ഞങ്ങൾ ബുക്ക് ചെയ്തതും അതാണ്. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി ഹോച്ച്മിൻ സിറ്റിയിലെത്തി. ഞങ്ങൾ 9 ഡേയ്സ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ 3 ഡേയ്സ് വെച്ച് ഈ 3 സിറ്റികളാണ് കവർ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ഹോച്ച്മിൻ സിറ്റിയിൽ ഡിസ്ട്രിക്ട് 1ലാണ് സ്റ്റേ എടുത്തത്. ഇവിടുന്ന് അടുത്താണ് എല്ലാ സ്ഥലത്തേക്കും. ഞങ്ങളൊരു സ്കൂട്ടർ റെൻ്റിനെടുത്ത് കറങ്ങാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഞങ്ങൾ സിറ്റി സൈറ്റ് സീയിങ് ആണ് വിചാരിച്ചത്. അതുകൊണ്ട് ആദ്യം തന്നെ സൈക്കൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. അതിനടുത്ത് തന്നെയാണ് കുറേ ഏരിയാസൊക്കെ ഉള്ളത്. നോട്ടർഡാം കത്തീഡ്രൽ ചോദിച്ചതിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടുന്ന് കുറച്ചടുത്താണ് ഹോച്ച്മിൻ മ്യൂസിയം ഉള്ളത്. പിന്നെ ഇവിടെ കുറേ വലിയ മോൾസ് ഉണ്ട്. നിങ്ങൾക്ക് ഉച്ചയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മോൾസിൽ പോവാം. ഞങ്ങളിവിടെ ഒരു തിസ്സ മോളിൽ പോയി. ഇവിടെ ഒരു മെട്രോ ഷോ ഉണ്ട്. ഇതൊക്കെ കണ്ടു. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഷോപ്പിംഗ് മാർക്കറ്റ്സിലും പോവാം. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ സെൻട്രൽ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തുള്ള ഈ ഏരിയയിലേക്ക് വന്നു. ഇവിടെ സിറ്റി സൈറ്റ് സീയിങ് ബസ് ഉണ്ട്. അതിൻ്റെ ഒരു 1 hour റൈഡ് എടുത്ത് ഈ സിറ്റി മുഴുവൻ കറങ്ങി. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നു. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഫേമസ് ആയ നൈറ്റ് സ്ട്രീറ്റ് ഉള്ളത്, ബുയിവിയൻ വാക്കിംഗ് സ്ട്രീറ്റ്. ഇത് പട്ടായ നൈറ്റ് സ്ട്രീറ്റ് ഒക്കെ പോലത്തെ ഒരു സ്ട്രീറ്റ് ആണ്. ഇത് നമ്മളുടെ സ്റ്റേൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ കൊച്ചി ടണൽ ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹോട്ടലിൽ വന്ന് പിക്കപ്പ് ചെയ്യും. ഇതൊരു ഹാഫ് ഡേ ടൂറാണ്. ഇത് അത്യാവശ്യം 1-2 മണിക്കൂർ ദൂരമുള്ളൊരു സ്ഥലമാണ് ഈ കൊച്ചി ടണൽസ് ഉള്ളത്. വിയറ്റ്നാം വാറിൻ്റെ ടൈമിൽ ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ഒളിത്താവളമായിരുന്നു ഈ കൊച്ചി ടണൽ. ഇവിടെ മണ്ണിനടിയിൽ 250 കിലോമീറ്റർ നീളമുള്ള ടണൽസാണുള്ളത്. ഈ ടണൽസ് ഉണ്ടാക്കിയിട്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ വീട്, ഹോസ്പിറ്റൽ, സ്കൂള് അതൊക്കെ ആയിട്ട് ആളുകൾ ആ യുദ്ധകാലത്ത് താമസിച്ചിരുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് ഓപ്പണാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടുന്ന് തിരിച്ചെത്തി ഞങ്ങൾ വാർ റെമനൻസ് മ്യൂസിയത്തിൽ പോയി. വിയറ്റ്നാം വാറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നവൈൻ ഹുയെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോയി. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. നിങ്ങളൊരു സന്ധ്യയ്ക്ക് ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇവിടെ നിങ്ങൾക്ക് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാം. അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈക്കൺ സ്ക്വയറിൽ കയറാം. ഇതൊരു ഷോപ്പിംഗ് ഏരിയ ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ ലാസ്റ്റ് ഡേ. അപ്പോൾ ഞങ്ങൾക്കൊരു ഉച്ചവരെ സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ കവർ ചെയ്യാത്ത സ്ഥലങ്ങളായ സെൻട്രൽ മാർക്കറ്റിലേക്ക് പോയി. ഇത് അത്യാവശ്യം നീറ്റായൊരു ഷോപ്പിംഗ് മാർക്കറ്റാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ബെൻതാങ് മാർക്കറ്റിലേക്ക് പോയി. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഷോപ്പിംഗ് മാർക്കറ്റാണ്. ഒരു വലിയ ഇൻഡോർ മാർക്കറ്റാണ്. ഇവിടെ റേറ്റൊക്കെ അത്യാവശ്യം നല്ല കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് റീസണബിൾ റേറ്റ് വല്ലതും കിട്ടിയാൽ മാത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ 9 ദിവസം കൊണ്ട് ഹാനോയ്, ഡനാങ്, ഹോച്ച്മിൻ സിറ്റി ഇങ്ങനെ 3 സ്ഥലങ്ങളാണ് കവർ ചെയ്തത്. നിങ്ങൾ ഈ സെയിം മോഡലിൽ തന്നെ കവർ ചെയ്യണമെന്നൊന്നുമില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് എവിടെയാണോ റേറ്റ് കുറവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ബുക്ക് ചെയ്താൽ മതി. വിയറ്റ്നാമിലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡിൽ കുറച്ച് പൈസ ലാഭിക്കണമെങ്കിൽ GS25, 7-Eleven, സർക്കിൾ പോലത്തെ കുറച്ച് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അവിടെ കയറിയിട്ട് എന്തെങ്കിലും പാക്ഡ് ഫുഡൊക്കെ വാങ്ങിച്ചാൽ മതി. ഇവിടെ ഈ കപ്പ് നൂഡിൽസ് ഒക്കെ കിട്ടും. ഇതൊക്കെ നമ്മളുടെ ഒരു 50 രൂപയ്ക്കേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഡിന്നറൊക്കെ ഇത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ പൈസ ലാഭിക്കാം.
ഈ ട്രിപ്പ് റിലേറ്റഡ് എല്ലാ ബുക്കിംഗ് ഡീറ്റെയിൽസും ലിങ്ക്സും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിങ്ങൾക്കൊരു വിയറ്റ്നാം ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.